ഒന്നുകൂടെ പറയുന്നു, ശ്രീ പ്രശാന്തിന് എന്ത് വാടകയ്ക്കാണ് ഇത് മുൻ കോർപ്പറേഷൻ കൊടുത്തെന്നുള്ളത് അറിയാനൊരു ആഗ്രഹം എനിക്കുണ്ട്. എനിക്ക് കണക്കെത്ര എന്നുള്ള അറിയാം, കണക്കേട്ടാൽ നമ്മൾ ഞെട്ടും. ഇപ്പം ഞാൻ MLA ആയിരുന്ന സമയത്ത്, അരുവിക്കര MLA ആയിരുന്നപ്പോൾ ആര്യനാട് ഒരു പ്രൈവറ്റ് ബിൽഡിങ്ങിലാണ് MLA ഓഫീസിലിരുന്നത്. അത് ഞാൻ മാസം ആര്യനാട് കൊടുത്ത സ്ഥലമായിട്ട് പോലും നല്ല വാടക കയ്യിൽ നിന്ന് കൊടുത്താണ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ ശ്രീ പ്രശാന്ത് ഇരിക്കുന്നത് കോർപ്പറേഷൻ്റെ സ്ഥലമാണ്. ആ കോർപ്പറേഷൻ എത്ര വാടകയാണ് അദ്ദേഹം കൊടുക്കുന്നത്? ഇപ്പോൾ കോർപ്പറേഷന് തന്നെ ഈ ജവഹർലാലിലോ കവടിയാറിലോ ഒക്കെയുള്ള ഹൗസിംഗ് ബോർഡിൻ്റെ ചെറിയ കടകൾ പോലും 10,000-15,000 രൂപ വാടകയാണ്. ഞാൻ ഈ ജവഹർലാലുള്ള ഹൗസിംഗ് ബോർഡിൻ്റെ ഒരു ഓഫീസ് എടുക്കാമെന്ന് അന്വേഷിച്ചപ്പോൾ 15,000 രൂപയാണ് വാടക. അപ്പോൾ ശ്രീ പ്രശാന്ത് MLA ഓഫീസിന് വേണ്ടി കോർപ്പറേഷന് കൊടുക്കുന്നത് തുച്ഛമായിട്ടുള്ള കണക്കാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഥവാ ശ്രീ പ്രശാന്തിന് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അത് റീനെഗോഷിയേറ്റ് ചെയ്യണം. ഇവിടെ കടയിടുന്ന ആളുകൾ കൊടുക്കുന്ന അതേ റേറ്റിൽ തന്നെ ശ്രീ പ്രശാന്ത് MLA ഇരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ കോർപ്പറേഷൻ തീരുമാനിക്കട്ടെ. ഇവിടെ ഒരു കൗൺസിലറിൻ്റെ ഓഫീസിൽ ഒരു MLA ഒന്ന് സോണൽ ഓഫീസിൽ ഇരിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. അത് നേരത്തെ ഇടതുപക്ഷത്തിൻ്റെ ബിന്ദു ചേച്ചി, അപ്പുറത്തുള്ള ശ്രീമതി ബിന്ദു ശ്രീകുമാർ കൗൺസിലർ ആയിരുന്നപ്പോഴാണ് CVK പ്രശാന്ത് ബൈ ഇലക്ഷൻ ജയിച്ചപ്പോൾ ആ ഓഫീസിലേക്ക് മാറിയത്. അദ്ദേഹത്തിന് MLA ഹോസ്റ്റൽ തൊട്ടടുത്ത് ഓഫീസുണ്ട്. അതിനുശേഷം ശ്രീ മധുസൂദൻ നായർ കൗൺസിലർ ആയപ്പോഴും ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് അവിടെ തന്നെയാണ് പാർട്ടീഷൻ വെച്ചിരുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ ശ്രീരേഖ മാഡത്തിന് വന്ന് നേരിട്ട് ആ വിഷയം ഇടപെടാനുള്ള ഒരു ലോക്കൽ സ്റ്റാൻഡേ ഇല്ല, അത് കോർപ്പറേഷൻ തീരുമാനിക്കേണ്ടത്. പക്ഷേ കോർപ്പറേഷൻ എന്ത് വാടക അമൗണ്ടിലാണ് ശ്രീ VK പ്രശാന്തുള്ള MLAക്ക് എന്നുള്ള അത് കൊടുത്തെന്നുള്ളത് അറിയണം. ഇവിടെ കോർപ്പറേഷൻ കടമുറി പോലും ഈ ശാസ്തമംഗലം കവടിയാറ് കിട്ടണമെങ്കിൽ 10,000-15,000 രൂപ വാടകയുള്ളപ്പോൾ എന്ത് വാടകയ്ക്കാണ് ശ്രീ VK പ്രശാന്ത് കോർപ്പറേഷൻ കൊടുത്തെന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പോയിന്റ്. അത് സീരിയസ് ആയിട്ടൊരു വിഷയമാണ്. ഇപ്പം നാട്ടിൻപുറത്തൊക്കെ ആണെങ്കിൽ നമുക്ക് വാടക കുറവാണ്, ചെറിയ കടകളുണ്ട്. ഈ നഗരത്തിലെ എല്ലാ കൗൺസിലർമാരും ഇപ്പോൾ ഈ കവടിയാറ് മുട്ടട തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ പാർക്കിലുമൊക്കെ ചെറിയ സംവിധാനങ്ങളുണ്ട്. വലിപ്പം കുറവാണ്, എന്നാലും വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ പറഞ്ഞത് ബാക്കി പല സ്ഥലങ്ങളിലും ഒരു കൗൺസിലർ നിൽക്കാനുള്ള സംവിധാനം പലയിടത്തുമില്ല. അപ്പോൾ സോണൽ ഓഫീസ് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞില്ലേ, മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ കൗൺസിലർമാർക്ക് കൊടുക്കണം. ഒരു കമ്പ്യൂട്ടറിനുള്ള, ഞാൻ എല്ലാവർക്കും വേണ്ടി പറയുകയാണ്, ഒരു കമ്പ്യൂട്ടറും പ്രിൻ്ററും. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് ഒരു ഫോം പ്രിൻ്റ് ചെയ്യണമെങ്കിലും ഒക്കെ ആവശ്യമുള്ളത്. അപ്പോൾ അതൊന്നും പലർക്കും താങ്ങാൻ കഴിയില്ല. ഇന്ന് രാവിലെ പ്രശാന്തിനോട് സംസാരിച്ചപ്പോൾ പ്രശാന്ത് മേയറായിരുന്ന കാലത്താണ് കൗൺസിലർമാർക്കൊക്കെ സ്വന്തമായിട്ടുള്ളൊരു ഓഫീസ് അങ്ങനെ പലർക്കും ഒക്കെ ചെയ്യാനായിട്ട് സാധിച്ചു എന്ന് പ്രശാന്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. നല്ലതായിരിക്കാം, അതങ്ങനെ ആയിരിക്കാം. പക്ഷെ അതിൽ കൂടുതൽ സൗകര്യങ്ങൾ ആവശ്യമുണ്ട്. ഇപ്പോൾ ഞാൻ ചെറിയ ഉദാഹരണം പറയാം, SIRൻ്റെ പ്രോസസ്സ് നടക്കുകയാണ്. ഇപ്പം എന്നെ തന്നെ എത്ര ആളുകൾ വിളിക്കുകയാണ്. അപ്പം നമുക്കിപ്പം ഒരുപക്ഷെ ബാക്കി സൗകര്യങ്ങളൊക്കെ വേറെ വഴി അറേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ എത്രയോ കൗൺസിലർമാർക്ക് ഒരു SIRൻ്റെ ഫോം കൊണ്ടുവന്നാൽ അവർക്കൊന്ന് നോക്കണമെങ്കിൽ, കമ്പ്യൂട്ടർ നോക്കണമെങ്കിൽ സൗകര്യമൊന്നുമില്ല. അപ്പം അടിസ്ഥാന സൗകര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഈ കൗൺസിലേഴ്സ് ഏത് പാർട്ടിയാണെങ്കിലും വളരെ ആക്റ്റീവായി നിൽക്കുന്ന ആളുകളാണ്. അവർക്കുള്ള അടിസ്ഥാന സൗകര്യം, ഞാൻ മേയറോട് പോലും ഒരു ഇൻഫോർമൽ ആവശ്യമായിട്ട് ആദ്യം പറയുന്നത് കൗൺസിലേഴ്സിന് അടിസ്ഥാന സൗകര്യം, അവരുടെ ഓഫീസിൽ ഒരു കമ്പ്യൂട്ടറും പ്രിൻ്ററും തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊടുക്കണം. എന്നാലും അത് കൂടുതൽ ഇഫക്റ്റീവായിട്ട് പോകാൻ കഴിയുകയുള്ളൂ.